നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. പാപരോഗത്താൽ നീ വലഞ്ഞു, തെല്ലുമാശയില്ലാതലഞ്ഞു. പാപരോഗത്താൽ നീ വലഞ്ഞു, തെല്ലുമാശയില്ലാതലഞ്ഞു. പാരം തേടിടുമ്പോൾ തിരുമേനിയാൽ നിന്റെ പാപമെല്ലാം ചുമന്നു. പാരം തേടിടുമ്പോൾ തിരുമേനിയാൽ നിന്റെ പാപമെല്ലാം ചുമന്നു. എന്നുള്ളമേ സ്തുതിക്ക നീ പരനേ തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. പല ശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, പല ശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്നെ ഭാരമെല്ലാം ചുമന്നു. നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. എന്നുള്ളമേ സ്തുതിക്ക നീ പരനേ തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ആത്മാവിനാൽ നിറച്ചു, ആനന്ദമുള്ളിൽ പകർന്നു. ആത്മാവിനാൽ നിറച്ചു, ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടുത്തവ സ്നേഹമതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടുത്തവ സ്നേഹമതിശയമേ. എന്നുള്ളമേ സ്തുതിക്ക നീ പരനേ തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. സങ്കീർത്തനങ്ങൾ 11:4 വാക്യം. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു. അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യും. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് ഇന്ന് പ്രഭാതത്തിലും എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. പരിശോധനകൾ സന്തോഷം എന്നെണ്ണണം എന്നൊരു വിഷയമാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. കുടപ്പുറപ്പുകളുടെ ദൈവമക്കളുടെ ജീവിതത്തിൽ പരിശോധനകൾ അനിവാര്യമായ കാര്യമാണ്. വിശ്വാസ ജീവിതത്തിൽ പരിശോധനകൾ ഒഴിഞ്ഞൊരു ജീവിതം ആർക്കും ഇവിടെ സാധ്യമല്ല. ശുശ്രൂഷകന്മാർക്കും വിശ്വാസികൾക്കും തങ്ങളുടെ ജീവിതത്തിൽ വിവിധ നിലയിൽ പരിശോധനകളെ നേരിടേണ്ടതായി വരും. 11:5 വാക്യത്തിൽ വായിക്കുന്ന യഹോവ നീതിമാന്മാരെ ശോധന ചെയ്യുന്നു, ദുഷ്ടനെയും സാഹസപ്രിയനെയും അവന്റെ ഉള്ളം വെറുക്കുന്നു. ദൈവം തന്റെ മക്കളെ വെറുക്കുകയല്ല, പരിശോധിക്കുകയാണ്. കാരണം ദൈവമക്കൾ ദൈവത്തിന് വിലയേറിയവരാണ്. പ്രിയരെ, ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ ആരാധന അർപ്പിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസി തൻ്റെ ജീവിത കാലഘട്ടത്തിൽ നേരിടേണ്ടിയ പല അനുഭവങ്ങളുമുണ്ട്. അതിലൊന്നാണ് ബാഹ്യമായ പരിശോധനകളും ആന്തരികമായ പരിശോധനകളും. നോക്കൂ, ബാഹ്യമായ പരിശോധനകളും ആന്തരികമായ പരിശോധനകളുമുണ്ട്. ഇതിൽ ഒരുവൻ വിജയിക്കുവാൻ ഇടയാകുന്നത് അവൻ്റെ കഴിവുകൊണ്ടല്ല, മറിച്ച് ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താലാണ്. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവപൈതൽ തൻ്റെ മുൻപിലുള്ള പരിശോധനകളെ അതിജീവിക്കുന്നതിന് അത്യാവശ്യമായി ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച്
യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവീൻ. പരിശോധിക്കപ്പെടുന്ന വിശ്വാസി തൻ്റെ ജീവിതത്തിൽ എണ്ണേണ്ടതായ ഒരു പ്രധാന കാര്യം, വിശ്വാസത്തിന്റെ പരിശോധന നിങ്ങൾക്ക് സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് സന്തോഷം എന്നെണ്ണണം എന്നൊരു മുന്നറിയിപ്പാണ് അവിടെ നമുക്ക് നൽകി തരുന്നത്. ജീവിത വിജയം ആഗ്രഹിക്കുന്നവരിൽ വെളിപ്പെട്ട് നിൽക്കുന്ന 4 ആവശ്യ ഘടകങ്ങളുണ്ട്. അതിലൊന്ന് സന്തുഷ്ട മനോഭാവം ഉണ്ടാകുക എന്നുള്ളതാണ്. അടുത്ത 3 ഗ്രഹിക്കുന്ന മനസ്സ്, സമർപ്പിക്കപ്പെട്ട വ്യക്തിത്വം, വിശ്വസിക്കുന്ന ഹൃദയം എന്നിങ്ങനെയാണത്. പ്രിയരെ, ഇവിടെ ഒരു സന്തുഷ്ട മനോഭാവം എന്നതിനെയാണ് യാക്കോബ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. സുഖകാലത്തിലും ദുഃഖകാലത്തിലും ഒരു വിശ്വാസിയിൽ ഒരു സന്തുഷ്ട മനോഭാവം ഉണ്ടായിരിക്കണം. നമ്മുടെ മനോഭാവമാണ് നമ്മുടെ പ്രവൃത്തികളെ നിശ്ചയിക്കുന്നത്. ദൈവവചനം പറയുന്നത് ശ്രദ്ധിക്കുക. ദൈവവചനം പറയുന്നത് നാം പരിശോധനകളെ പ്രതീക്ഷിക്കണമെന്നുള്ളതാണ്. നാം പരിശോധനകളെ പ്രതീക്ഷിക്കുന്നവരാകും. നിങ്ങൾ പരിശോധനകളിൽ അകപ്പെടുമെങ്കിൽ എന്നല്ല, നിങ്ങൾ വിവിധ പരിശോധനകളിൽ അകപ്പെടുമ്പോൾ എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിച്ചത്. ക്രിസ്തീയ ജീവിതം വളരെ ലാഘവത്തോടെ കാണുന്നവർക്ക് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല. അവർക്ക് വിശ്വാസത്തിന് പരിശോധന സ്ഥിരതയുണ്ടാക്കുന്നതാണെന്നറിഞ്ഞ് അതിനെ സന്തോഷമെന്ന് എണ്ണുവാൻ കഴിയുകയില്ല. വിശ്വാസ ജീവിതം നാം ലാഘവത്തോടെ പ്രിയരെ കാണരുത്. ഈ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ജീവിതകാലം ഒരു പരിശീലന കാലഘട്ടം കൂടിയാണെന്ന് തിരിച്ചറിയുക. നിത്യമായി ജീവിക്കുവാനുള്ള ഒരു കാലം നമ്മുടെ മുൻപിൽ വെളിപ്പെടാൻ പോകുന്നു. ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ വേണ്ടി നാം ഒരുക്കപ്പെടുകയും പരിശീലിപ്പിക്കപ്പെടുകയും അതിനുള്ള വളർച്ച പ്രാപിക്കുവാനുമുള്ള ഒരു ജീവിതമാണ് ഇവിടെ ഒരു വിശ്വാസിക്കുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് വിശ്വാസ ജീവിതം, ആരാധന ജീവിതം ഒരു ലാഘവത്തോടെ കാണരുതെന്ന്. അപ്പോൾ നമ്മളിവിടെ പരിശീലിപ്പിക്കപ്പെടുകയാണ്, നമ്മളിവിടെ ഒരുക്കപ്പെടുകയാണ്. എന്തിനു വേണ്ടി? ഒരു നിത്യജീവിതകാലത്തിലേക്ക് പ്രവേശിക്കപ്പെടാൻ വേണ്ടി. അതിന് നമുക്കിവിടെ ഒരു സന്തുഷ്ട മനോഭാവം നമ്മുടെ വിശ്വാസ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയത് പ്രിയരെ മറക്കരുത്. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്. യോഹന്നാൻ 14 പറയുന്നു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നു, നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികളെ പ്രബോധിപ്പിച്ചത്. നാം ദൈവത്തിന് ചിതറിപ്പാർക്കുന്ന ജനമാണ്. ആലയത്തിൽ അടയ്ക്കപ്പെട്ടവരല്ല നാം. അതുകൊണ്ട് തന്നെ പരിശോധനകൾ അനിവാര്യമാണ്. കാര്യങ്ങളെല്ലാം നാം ആഗ്രഹിക്കുന്ന നിലയിൽ ഒരുപക്ഷെ നടക്കണമെന്നില്ല. ചില പരിശോധനകൾ വരുന്നത് നാം വെറും മനുഷ്യരെന്ന നിലയിൽ മാത്രമാണ്. ഉദാഹരണം, രോഗം, ദുഃഖം, അപകടങ്ങൾ, നിരാശകൾ, ദുരന്തങ്ങൾ എന്നിവയൊക്കെ. എന്നാൽ മറ്റു ചില പരിശോധനകൾ നാം ക്രിസ്ത്യാനികൾ എന്ന നിലയിലാണ് വരുന്നത്. അതിനെക്കുറിച്ച് പത്രോസ് പറയുന്നത് ഇപ്രകാരമാണ്: പ്രിയരെ, നിങ്ങൾക്ക് പരിശോധനയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. നാം ഇവിടെ പാർക്കുന്നത് പ്രിയരെ ഒരു നിരന്തര യുദ്ധം നേരിട്ടുകൊണ്ടാണ് എന്ന് വിസ്മരിച്ചുകൂടാ. സാത്താൻ നമ്മോട് യുദ്ധം ചെയ്യുന്നുണ്ട്, ലോകം നമ്മെ എതിർക്കുന്നുണ്ട് തുടങ്ങി ഇങ്ങനെയുള്ള ഒരു യുദ്ധ മുന്നണിയിലാണ് നാം ആയിരിക്കുന്നത്. നാം ഈ വിധ പരിശോധനകളെ നേരിടുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടെ, ഒരു സന്തുഷ്ട മനോഭാവത്തോടെയാണെങ്കിൽ നിശ്ചയമായും പ്രിയരെ വിജയം നമുക്ക് ഉറപ്പാണ്. വിശ്വാസത്തോടെ ഈ പരിശോധനകൾ നാം നേരിടുമ്പോൾ നാം എണ്ണേണ്ടത് ഇതെൻ്റെ നിത്യതയോടുള്ള ബന്ധത്തിലാണ് എന്നുള്ളതാണ്. എണ്ണുക എന്ന വാക്കിനർത്ഥം വിലയിരുത്തുക എന്നുള്ളതാണ് കേട്ടോ.
അതുകൊണ്ട് കൂടപ്പുറപ്പുകളെ, നാം ഇവിടെ പല നിലകളിൽ പരിശോധിക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം നാം നമ്മുടെ നിത്യതയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുന്നവരാകണം. അപ്പോഴൊക്കെ നാം നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നും തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുക. കാരണം നമ്മുടെ കർത്താവ് തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് തിരിക്കുകയും ചെയ്തു. ആകയാൽ നമ്മുടെ പരിശോധനകൾ നമുക്ക് സ്ഥിരത ഉളവാക്കുന്നു എന്നോർത്ത് അത് അശേഷം സന്തോഷം എന്ന് നാം എണ്ണി നമ്മുടെ നാളുകൾ നമുക്ക് വിശ്വാസത്തോടെ കഴിക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. വാഗ്ദത്തങ്ങൾ അത് വിശ്വസ്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന്റെ തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാനും ബലപ്പെടുവാനും ഞങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന പരിശോധനകൾ സന്തോഷം എന്നെണ്ണുവാൻ ഞങ്ങൾ മനസ്സുള്ളവരായി സമർപ്പണമുള്ളവരായി ജീവിക്കുവാനും താല്പര്യത്തോടെ ഞങ്ങളുടെ പാദപിടുത്തങ്ങളിലേക്ക് അടുത്തു വന്ന് ഞങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ കൃപ പകരണമേ, ബലം പകരണമേ. ഞങ്ങൾ പതറിപ്പോകുന്ന സാഹചര്യങ്ങൾ ഞങ്ങൾ തകർന്നു പോകാൻ സമ്മതിക്കാതെ ഞങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു നിത്യകാല ജീവിതത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുവാൻ പോകുന്നവരാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഒരുക്കപ്പെടുകയാണ്, അതിനുവേണ്ടി ഞങ്ങൾ പരിശീലിപ്പിക്കപ്പെടുകയാണെന്നുള്ള ബോധ്യത്തോടെ പരിശോധനകളെ നേരിടാൻ, സന്തോഷത്തോടെ നേരിടാൻ, വിശ്വാസത്തോടെ നേരിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം വലിയ ചെയ്യണം. ഇന്ന് പകലിൽ ചില മറുപടികൾ ഞങ്ങൾക്ക് കൽപ്പിച്ചു തരണമേ, സൗഖ്യം കൽപ്പിക്കണമേ. പ്രാർത്ഥന കേട്ട മൻകൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. വാത്സല്യ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവെടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ നന്ദിയോടെ പാടിപ്പുകഴ്ത്താം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. പാപരോഗത്താൽ വലഞ്ഞു തെളിവാശയില്ലാതലഞ്ഞു, പാപരോഗത്താൽ വലഞ്ഞു തെളിവാശയില്ലാതലഞ്ഞു. പാരം തേടിടുമ്പോൾ തിരുമേനിയറിന്റെ പാപമെല്ലാം ചുമന്നു, പാരം തേടിടുമ്പോൾ തിരുമേനിയറിന്റെ പാപമെല്ലാം ചുമന്നു. എന്നുള്ളമേ സ്തുതിക്ക നീ പരനേ തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ, പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്നെ ഭാരമെല്ലാം ചുമന്നു, നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്നെ ഭാരമെല്ലാം ചുമന്നു. എന്നുള്ളമേ സ്തുതിക്ക നീ പരനേ തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ആത്മാവിനാൽ നിറച്ചു